ഹായ് പ്രിയരെ, ജംഷിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഡോക്യുമെൻ്റ് കൺട്രോളർ. യു.എയിൽ ഡോക്യുമെൻ്റ് കൺട്രോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ചെറിയൊരു വിശദീകരണമാണ് ഞാനിവിടെ നൽകാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ. നമ്മളൊരു കോൺട്രാക്ടർ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു കോൺട്രാക്റ്റ് ഒരു കമ്പനിക്ക് കിട്ടുന്നത്. അതിൻ്റെ LOA, അതിനുശേഷം കോൺട്രാക്റ്റ് ഡോക്യുമെൻറ്റ്സ്, കോൺട്രാക്റ്റ് അഗ്രിമെൻറ്റ് തുടങ്ങിയതൊക്കെ കിട്ടിയ ശേഷമായിരിക്കും നമ്മൾ കോൺട്രാക്ടർ അതിൻ്റെ സൈറ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ കോൺട്രാക്റ്റ് നമുക്ക് പല രീതികളിലുണ്ട്. ചിലപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ സ്കൂളുകൾ, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസുകൾ, അങ്ങനെ മറ്റ് പല ഡിവിഷനിലുള്ള പ്രൊജക്റ്റുകളായിരിക്കും. ഒരു കോൺട്രാക്ടർ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും? ഫസ്റ്റ് ഒരു കോൺട്രാക്ടർ ഉണ്ടാവും, കൺസൾട്ടൻറ്റ്, പിന്നെ അതിൻ്റെ ഒരു ക്ലയൻറ്റ്, എംപ്ലോയർ, ഡെവലപ്പർ, പിന്നെ MEP സബ് കോൺട്രാക്ടർ, പിന്നെ മറ്റ് സബ് കോൺട്രാക്ടേഴ്സ്, പിന്നെ മെയിൻ കോൺട്രാക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന സപ്ലൈസൊക്കെ ഉണ്ടാവും. ശേഷം നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സബ്മിഷനായിട്ടൊക്കെ വരുന്നത് കോൺട്രാക്ടറിൻ്റെ ടീമിൻ്റെ ഓർഗനൈസേഷൻ ചാർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് പോളിസി, പെർഫോമൻസ് ഗ്യാരണ്ടി, പ്രൊജക്റ്റ് ക്വാളിറ്റി പ്ലാന്, HSE പ്ലാനുകൾ, പിന്നെ കോൺട്രാക്ടർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ ആരൊക്കെയാണോ എൻജിനീയേഴ്സ് ഉള്ളത് അവരൊക്കെ റെസ്യൂംസ്, CVs നമ്മൾ അപ്രൂവലിന് വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യണം ക്ലയൻറ്റിലേക്ക്, അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം. പിന്നെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മൾ ആരൊക്കെ ഉണ്ടാവും? കോൺട്രാക്ടർ സൈഡിൽ നിന്ന് ആരൊക്കെ ഉണ്ടാവും? ഒരു സൈറ്റ് ഓഫീസിൽ ഒരു പ്രൊജക്റ്റ് മാനേജർ ഉണ്ടാവും, കൺസ്ട്രക്ഷൻ മാനേജർ ഉണ്ടാവും, QAQC എഞ്ചിനീയർ ഉണ്ടാവും, സൈറ്റ് എഞ്ചിനീയർ ഉണ്ടാവും, HSE ഓഫീസർ ഉണ്ടാവും, ഒരു ടെക്നിക്കൽ എഞ്ചിനീയർ ഉണ്ടാവും, ഒരു MEP എഞ്ചിനീയർ ഉണ്ടാവും, ഡോക്യുമെൻ്റ് കൺട്രോൾ ഉണ്ടാവും, ടൈം കീപ്പർ ഉണ്ടാവും, ഡ്രാഫ്റ്റ്മാൻ ഉണ്ടാവും, പിന്നെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫോർമാന്, ചാർജിങ് ഹാൻഡ്, മറ്റ് മേസൺ, ലേബേഴ്സ്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. പിന്നെ QS ഉണ്ടാവും, ക്വാണ്ടിറ്റി സർവേയർ, പിന്നെ ഒരു മെറ്റീരിയൽ എഞ്ചിനീയർ ഉണ്ടാവും, സ്റ്റോർ കീപ്പർ. അങ്ങനെ അതാണ് സൈറ്റ് ഓഫീസിൽ ഉണ്ടാകുന്ന സ്റ്റാഫുകളുടെ ചെറിയൊരു വിവരണം. പിന്നെ നമുക്ക് അതിന് ശേഷമുള്ള നമ്മളെ സബ്മിഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് സബ്മിഷൻ വരുന്നത് പ്രീ ക്വാളിഫിക്കേഷൻ. സബ് കോൺട്രാക്ടേഴ്സിൻ്റെക്ക് നമുക്ക് പ്രീ ക്വാളിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് അപ്രൂവലിന് ശേഷമാണ് ബാക്കിയുള്ള ഷോപ്പ് ഡ്രോയിങ്, മെറ്റീരിയൽ സബ്മിറ്റലുകളും, മെത്തേഡ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിഷന്, പിന്നെ അതിൽ സിവിലും MEPയും എല്ലാം അടക്കമാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിൻ്റെ ഡിസൈനായിട്ട് ബന്ധപ്പെട്ട സബ്മിഷൻസ്, ടെസ്റ്റ് റിപ്പോർട്ടുകൾ, പിന്നെ നമുക്ക് RFIs, റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പിന്നെ SOR, NCR, ഇതൊക്കെ ക്ലയൻറ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സൈറ്റ് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ സൈറ്റ് ഒബ്സർവേഷൻ റിപ്പോർട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യും കൺസൾട്ടൻറ്റ്, നമ്മളത് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വർക്ക് ഇൻസ്പെക്ഷൻ റിക്വസ്റ്റ്, WIR, സൈറ്റിൽ നടക്കുന്ന വർക്കുകൾ നമ്മൾ കൺസൾട്ടൻറ്റിൻ്റെ അല്ലെങ്കിൽ ക്ലയൻറ്റിനെ അറിയിക്കാൻ വേണ്ടിയാണ് പറയുന്നതാണ് WIR എന്ന് പറയുന്നത്. അതേപോലെ MIR, സൈറ്റിലേക്ക് വരുന്ന മെറ്റീരിയൽ ഇൻസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മളെ ക്ലയൻറ്റിനെ അറിയിക്കുന്ന ഒരു സബ്മിഷനാണ് MIR. പിന്നെ സൈറ്റ് ഇൻസ്ട്രക്ഷന്, അതും വരുന്നത് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കൺസൾട്ടൻറ്റിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും. പിന്നെ കുറേ മന്ത്ലി, വീക്ക്ലി റിപ്പോർട്ടുകൾ സേഫ്റ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, QAQC, പ്ലാനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട വീക്ക്ലി, മന്ത്ലി റിപ്പോർട്ടുകളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ QS, ക്വാണ്ടിറ്റി സർവേയർ ആണ് സാധാരണ സൈറ്റിലെ മന്ത്ലി പ്രോഗ്രസ് പേയ്മെൻ്റൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ സബ്മിഷൻസിൻ്റെ ട്രാൻസ്മിറ്റലുകളും കാര്യങ്ങളൊക്കെ നമ്മളാണ് കോൺട്രാക്ട് സൈഡിൽ നിന്നുള്ള DC ഡോക്യുമെൻ്റ് കൺട്രോളാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ MEP സബ്മിഷൻസ് ഉണ്ടാവും, സിവിൽ സബ്മിഷൻസ് ഉണ്ടാവും, സബ് കോൺട്രാക്ടേഴ്സിൻ്റെ സബ്മിറ്റൽ ഉണ്ടാവും, സപ്ലയേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാതും നമ്മളാണ് കോർഡിനേറ്റ് ചെയ്യേണ്ടത്. പിന്നെ സാധാരണ MEPയുടെ സബ് കോൺട്രാക്ടർ അവർക്കൊരു സൈറ്റ് ഓഫീസ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ അവരായിരിക്കും ചെയ്യേണ്ടത്, MEP സബ് കോൺട്രാക്ടറാണ് ചെയ്യുക. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ സബ്മിഷൻസിൻ്റെ അപ്രൂവൽ വരുമ്പോൾ അത് നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺഡ് എഞ്ചിനീയേഴ്സ്, അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ്, സപ്ലയേഴ്സ്, അല്ലെങ്കിൽ സബ് കോൺട്രാക്ടർ, അല്ലെങ്കിൽ MEP ടീമിനൊക്കെ നമ്മളത് ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ എല്ലാ സബ്മിറ്റലിലെയും നമ്മളത് പ്രോപ്പർ ഫയലിങ്,
അത് സോഫ്റ്റ് കോപ്പി ആയാലും ഹാർഡ് കോപ്പി ആയാലും നമ്മളത് പ്രോപ്പറായിട്ട് അർച്ചീവ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളിതിനൊക്കെ ഒരു ഈസി ആക്സസിന് വേണ്ടി ലോഗ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു സബ്മിഷൻ ട്രാക്കർ നമ്മൾ സാധാരണ ചില സമയങ്ങളിലൊക്കെ കൺസൾട്ടൻറ്റ് ഇഷ്യൂ ചെയ്യും, അല്ലെങ്കിൽ കോൺട്രാക്ടിൻ്റെ സൈഡിൽ ഉണ്ടാവും അതിൻ്റെ ലോഗ്. അത് നമ്മൾ A to Z എല്ലാ കാര്യങ്ങളും അത് അപ്ഡേറ്റ് ചെയ്താൽ വളരെ ഈസി ആയിരിക്കും, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. പിന്നെ നമ്മൾ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കോർഡിനേഷൻ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ചില കമ്പനികളിൽ സൈറ്റുകളിൽ ടൈം ഷീറ്റ് സ്റ്റാഫുകളുടെയും ലേബേഴ്സിൻ്റെയൊക്കെ DCR പ്രിപ്പയർ ചെയ്യാറുള്ളത്. ചില കമ്പനികളിലൊക്കെ അതിന് ടൈം ഷീറ്റ് അല്ലെങ്കിൽ ടൈം കീപ്പർ ഉണ്ടാവാറുണ്ട്. പിന്നെ ചില കമ്പനികളിൽ സബ് കോൺട്രാക്ടർ പേയ്മെൻറ്റ് അത് നമ്മളായിരിക്കും ഡോക്യുമെൻ്റ് കൺട്രോളാണ് റിസീവ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ QSനോ അല്ലെങ്കിൽ അക്കൗണ്ട് സെക്ഷനിലേക്ക് അത് ഫോർവേഡ് ചെയ്യണം. ഇതാണ് ചെറിയൊരു വിശദീകരണം. ഡോക്യുമെൻ്റ് കൺട്രോളർ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ചെറിയൊരു വിവരണമാണ് ഞാനിവിടെ നൽകിയത്. താങ്ക് യു.